രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പോരൂർ. ബസ് ഇറങ്ങിയ ഒറ്റടി പാതയിലൂടെ നടക്കുമ്പോൾ കാലുകൾക്ക് നല്ല വിറയിലുണ്ടായിരുന്നു. നേർത്ത കിതപ്പും. പ്രായം കൂടി വരികയാണെന്ന് ശരീരം ഓർമ്മിപ്പിക്കുകയാണോ? 40കളിലാണ് ജീവിതം തുടങ്ങുന്നതെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ 40-ന് മുമ്പേ 60 വയസ്സിന്റെ ജീവിതാനുഭവങ്ങളുള്ള ഒരാൾക്ക് അത് കേൾക്കുമ്പോൾ ചിരി വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നടപ്പാത അവസാനിക്കുന്നിടം വയലാണ്. അതിന്റെ നടുവിൽ ചാമുണ്ടിക്കാവ്. അവിടുത്തെ ചെമ്പകമരത്തിന് തഴുകി വരുന്നുണ്ടാവാം കാറ്റിന് നല്ല സുഗന്ധം. എടാ, നിനക്കറിയോ, ഉത്സവം കഴിഞ്ഞാൽ 3 ദിവസം രാത്രി ആരും കാവിലേക്ക് പോവില്ല. കാവില് മാത്രമല്ല, അതിൻ്റെ അടുത്തേക്കും. വർഷങ്ങൾക്ക് മുമ്പ് അവളത് പറയുമ്പോൾ ഞാൻ ആകാംക്ഷയോടെ ആ മുഖത്തേക്ക് നോക്കി. അതെന്താ? രാത്രി ചാമുണ്ടിയമ്മ അക്കരെ കാവിലേക്ക് പോയി വരും. ആ സമയം മുമ്പിലാരും ഉണ്ടാകാൻ പാടില്ലാത്രേ. അഥവാ നേരെ ഒളിച്ചിരുന്ന് നോക്കിയ വസൂരി ഉറപ്പാ. ഒന്ന് പോടി, ആകെ വെറുതെ പറയുന്ന ഒരു അന്ധവിശ്വാസം. ചെറുക്ക കളിയാക്കണ്ട കേട്ടോ, ഉഗ്രമൂർത്തിയാ. വേഗം മനസ്സിൽ മാപ്പ് പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചു. ഞാനത് കാര്യമാക്കിയില്ല. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. വിജനമായ പാടവരമ്പത്തൂടെ നടക്കുകയാണ് ഞാൻ. എങ്ങും കട്ട പിടിച്ചിരുട്ട്. പെട്ടെന്ന് ദൂരെ ഒരു തീ തെളിഞ്ഞ് അതടുത്തേക്ക് വരികയാണ്. ഒപ്പം മോട്ട് ചിലമ്പിന്റെ നാദവും. ചെമ്പട്ടണഞ്ഞ കയ്യിൽ ഓലച്ചൂട്ടുമായി എന്റെ നേരെ രൗദ്രഭാവത്തിൽ പാഞ്ഞെടുക്കുന്ന ചാമുണ്ടി. നിലവിളിച്ചുകൊണ്ട് ഞാൻ ഞെട്ടിയെഴുന്നേറ്റു. പിന്നെ 2 ദിവസം വിറയിലും പനിയായിരുന്നു. കണ്ണടച്ചാൽ ആ രൂപം തെളിയും, ചിലമ്പിന്റെ കിലുക്കവും. 8ാം ക്ലാസ്സിൽ എത്തിയടാ ചക്കാ നീ, എന്നിട്ടും മുറ്റത്താ മൂത്രയിക്കുന്നത്. നാണക്കേട്. മുത്തശ്ശി കളിയാക്കിയപ്പോൾ എല്ലാവരും ഏറ്റുപിടിച്ചു. അവർക്കറിയില്ലല്ലോ, എന്റെ സഹപാഠി ആത്മസുഹൃത്തുമായ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ചാമുണ്ടിയെ ഞാൻ കളിയാക്കിയതും അതിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. 4ാം നാൾ സ്കൂളിലെത്തിയവളോട് കാര്യം പറഞ്ഞു. നീ പേടിക്കണ്ട കേട്ടോ, ഞാൻ കാവിൽ പോയി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ദുസ്വപ്നം കാണില്ല. അവളുടെ പ്രാർത്ഥനയുടെ ഫലമാണോന്ന് അറിയില്ല. പിന്നെ ചാമുണ്ടി എന്നെ ഭയപ്പെടുത്തിയില്ല. ഓലച്ചൂട്ടും ചെമ്പട്ടും സ്വപ്നത്തിൽ കണ്ടില്ല. പകരം മറ്റൊരു സ്വപ്നം കടന്നു വന്നു. നീണ്ട ചുരുൾമുടിയും വിടർന്ന കണ്ണുകളുമുള്ള എൻ്റെ കൂട്ടുകാരി, അവളുടെ പുഞ്ചിരി, ആ സംസാരം. എൻ്റെ സ്വപ്നങ്ങളിൽ അവളൊരു മഴവില്ല് പോലെ എന്നും തെളിഞ്ഞു നിന്നു. പിന്നെ പലതവണ ഞാൻ അവളോടൊപ്പം ചാമുണ്ടിക്കാവിൽ പോയിട്ടുണ്ട്. കളിയാട്ടത്തിന് പോയി തെയ്യത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. അവളുടെ കൂടെ മഞ്ഞൾ പ്രസാദം ഭയഭക്തിയോടെ ഏറ്റുവാങ്ങുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചാമുണ്ടിയമ്മേ, ഈ പെണ്ണിനെ എനിക്ക് തന്നെ തരണേ. എൻ്റെ മരണം വരെ ഇവളെൻ്റെ കൂടെ ഉണ്ടാവണേ. എല്ലാ വർഷവും ഇവളുടെ കൂടെ തെയ്യം കാണാൻ വരാൻ പറ്റണേ. ആ പ്രാർത്ഥന സ്വാർത്ഥമായതുകൊണ്ടാവാം ദൈവം കേട്ടില്ല. ജീവിതം പിന്നെയും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് പ്രണയവും ദൃഢമായി. തുറന്നു പറഞ്ഞില്ല. എങ്ങനെ പറയും? സ്വന്തം മകനെ പോലെ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അവളുടെ മാതാപിതാക്കൾ, ഒരനിയനെ പോലെ എന്നെ സ്നേഹിക്കുന്ന അവളുടെ ചേച്ചി. ഏത് പാതിരാത്രിയിൽ ആ വീട്ടിലേക്ക് അയച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് മുതലെടുത്തു എന്ന് വിചാരിക്കില്ലേ? വെറുക്കില്ലേ എന്നെ? അവരുടെ കാര്യം പോട്ടെ. അവൾ 8ാം ക്ലാസ് മുതൽ തോളിൽ കൈയിട്ട് നടന്ന എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്നറിഞ്ഞ് എന്നെ വിട്ടു പോയാലോ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവളുടെ സാമീപ്യം പ്രാണവായുവിനേക്കാൾ വിലപ്പെട്ടതാണ്. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആള്, എൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കൂടെ നിന്നയാള്, യാതൊരു കഴിവുമില്ലാത്തവനാണെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ടിരുന്ന എന്നെ വായനയിലേക്ക് അടുപ്പിച്ചതും എഴുതാൻ പ്രേരിപ്പിച്ചതും അവളാണ്. സ്കൂൾ മാഗസിനിൽ എൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ച ദിവസം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയവൾ, എൻ്റെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും അറിയുന്നവൾ. എൻ്റെ പ്രണയം അവളറിഞ്ഞാൽ ആ മനസ്സ് വേദനിക്കും. അതിന് കഴിയില്ല. അങ്ങനെ പ്രണയത്തിൻ്റെ ഒരു കടലിനെ തന്നെ പണിപ്പെട്ട് ഉള്ളിലൊതുക്കി ഞാൻ അവളുടെ മുന്നിൽ നല്ലൊരു സുഹൃത്തായിട്ട് അഭിനയിച്ചു. അല്ല, വഞ്ചിച്ചു. അവളെയും എന്നെയും വർഷങ്ങളോളം. മിന്നുവിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ടടാ. ഒരിക്കൽ അവളുടെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് നെഞ്ചിലൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു. ചെക്കൻ പോലീസിലാ, നല്ല കുടുംബ. അത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്നും പറഞ്ഞില്ല. നീ ചോദിച്ചു നോക്ക്. നീയല്ലേ അവിടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. കിണറിനടുത്ത് തുണി അലക്കുകയാണ് അവൾ. നൈറ്റികളിൽ കുത്തി പുറങ്കയാൽ നെറ്റിയിൽ വിയർപ്പ് തുടച്ച അവൾ എന്നെ നോക്കി. എന്താണ് നിന്റെ മുഖത്തൊരു വാട്ടം? ഏയ് ഒന്നുമില്ല. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. ഓവ്, നിന്നെ കാണാൻ തുടങ്ങിയൊരു കാലം കുറയായില്ലേ? എനിക്കറിയാം നിന്നെ. എന്നെ അറിയുന്ന നിനക്ക് എൻ്റെ ഉള്ളിലെ പ്രണയം കാണാൻ കഴിഞ്ഞില്ലല്ലോടി എന്ന് പറയാൻ കൊതിച്ചെങ്കിലും ഞാനത് അടക്കി വെച്ചു. നല്ല ആലോചനയാണെന്ന് അമ്മ പറയുന്നത്. നിനക്കിഷ്ടമായോ? ഇഷ്ടക്കേടൊന്നുമില്ലടാ. കല്യാണത്തിന് ശേഷം പഠിക്കാൻ പോയിക്കുന്ന പുള്ളി പറയുന്നത്. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയാലോ. അച്ഛനും അമ്മയും വയ്യാണ്ടിരിക്കുക. ചേച്ചിയെ കെട്ടിച്ചതിൻ്റെ കടങ്ങളുണ്ട്. എന്നെ ഇനി പഠിപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയെന്നുമില്ല. അതിന് തയ്യാറായിട്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ വേണ്ടെന്ന് നോക്കണം. എനിക്ക് പഠിച്ചൊരു ജോലി വാങ്ങണം. അച്ഛനെ അമ്മയെ ഹെൽപ്പ് ചെയ്യണം. അത്രയുള്ള ആഗ്രഹം. ഞാനൊന്ന് മൂളി. നിന്റെ അഭിപ്രായം എന്താ? ഞാനെന്ത് പറയാനാടി? നിനക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞേക്ക്. വാ, പുള്ളിയുടെ ഫോട്ടോ കാണിക്കാം. അതൊരു സർപ്രൈസായിട്ട് ഇരുന്നോട്ടെ. കല്യാണത്തിന് കണ്ടാൽ മതി.
കണ്ണുകൾ നിറയുന്നതും ശബ്ദമിടറുന്നതും എൻ്റെ ഉള്ളിലെ ചതിനെ ഒറ്റിക്കൊടുക്കുമെന്ന് മനസ്സിലായതോടെ ഞാൻ എഴുന്നേറ്റു. ഓടിടി ചിരി പണിയുണ്ടേ. ഓക്കെ പറയാല്ലേ? പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ചിരി കണ്ട് ഹൃദയം നോവുന്നത്. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. സ്വാർത്ഥതകളെല്ലാം മാറ്റിവെച്ച് ആ വിവാഹത്തിൽ ഞാനും സജീവ സാന്നിധ്യമായി. സുന്ദരനും സൽസ്വഭാവിയുമായ പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാളുടെ നല്ലവാദിയായി അവളെ കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. ഇയാളാണ് ഇവൾക്ക് ചേർച്ച. ഒരു വെൽഡിംഗ് തൊഴിലാളിയായി എൻ്റെ കൂടെ അവൾ നിൽക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർ യാത്രയായി. ഏറെക്കുറെ ശൂന്യമായ പന്തലിൽ ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അവിടെ അച്ഛൻ്റെ ഗ്ലാസ് ചായയുമായിട്ട് എൻ്റെ അരികിലെത്തി. ഇത് കുടിക്കണം. ഞാനത് വാങ്ങി. അച്ഛൻ എൻ്റെ അരികിലിരുന്നു. ഓടി നടക്കാൻ നീ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതൊക്കെ എൻ്റെ കടമയല്ലേ അച്ഛാ? അതെ, കടമ തന്നെ. സ്നേഹിച്ച പെണ്ണിൻ്റെ വിവാഹം നടത്താൻ മുന്നിൽ നിൽക്കുന്നതും ഒരു കടമ തന്നെയല്ലേ? ഞാനൊന്ന് ഞെട്ടി ചായ ഡ്രസ്സിലേക്ക് തുളുമ്പി. അച്ഛൻ തോർത്തുകൊണ്ട് അത് തുടച്ചു. നീയായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല, അവളത് മനസ്സിലാക്കിയിട്ടുമില്ല. ചിലതൊക്കെ അങ്ങനെയാ, ഉള്ളിക്കൊണ്ട് നടക്കേണ്ടി വരും. എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ താലിയിട്ട് നടക്കുമ്പോൾ നിന്റെ മുഖത്ത് കണ്ട വേദന അതെല്ലാം വ്യക്തമാക്കി തന്നു. ഒത്തിരി ഇഷ്ടമായിരുന്നു അല്ലേ? കണ്ണുനീർ ചായ ഗ്ലാസ്സിലേക്ക് ഇറ്റ് വീണപ്പോൾ ഞാനത് മാറ്റിവെച്ചു. പക്ഷേ എനിക്കവിടെ സന്തോഷം ഭാവിയരുത്. സാരമില്ല, പോട്ടെ. അച്ഛനൊന്നും മിണ്ടാ എൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ഒരാൾ അനുഭവിക്കുന്ന വേദന പൂർണ്ണമായും മനസ്സിലാക്കാൻ ഒരാളിന് മാത്രമേ സാധിക്കൂ. അന്ന് രാത്രി മദ്യത്തിൻ്റെ ലഹരിയിൽ തളർന്നുറങ്ങുമ്പോൾ വീണ്ടും ഞാൻ ചാമുണ്ടിക്കാവ് സ്വപ്നം കണ്ടു. പാടവരമ്പത്തിൽ നിൽക്കുന്ന എൻ്റെ നേരെ പാഞ്ഞു വരുന്ന ചാമുണ്ടി. പക്ഷേ ഞാൻ ഓടിയില്ല, ഭയന്നില്ല. കൈവിട്ടുപോയി. ഇത്രയും നാൾ കൂടെ ഉണ്ടായിട്ടും എൻ്റെ മനസ്സവൾ കണ്ടില്ലല്ലോ. ഞാനിപ്പോൾ തനിച്ചായില്ലേ? അർഹതയില്ലാത്താണ് ആഗ്രഹിക്കുന്ന അറിഞ്ഞിട്ടും ഞാനെത്ര കരഞ്ഞ് പ്രാർത്ഥിച്ച എന്തേ കേൾക്കാഞ്ഞേ? ചാമുണ്ടിയുടെ മുഖത്തെ രൗദ്രത മാഞ്ഞു. പകരം അവിടെ മാതൃസഹജമായ വാത്സല്യം തെളിഞ്ഞു. മഞ്ഞൾ കുറി എൻ്റെ നേരെ വാരിയെറിഞ്ഞ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം ചാമുണ്ടി അമ്മ പാടവരമ്പത്തിലൂടെ തിരിഞ്ഞു. ചൂട്ടിന്റെ വെളിച്ചവും ചിലമ്പൊലിയും ദൂരേക്ക് മറഞ്ഞപ്പോൾ ഞാൻ ആ വരമ്പത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. മതി വരുവോളം. പിന്നെയും കാലം കടന്നുപോയി. അതോടൊപ്പം ഞാനും അവൾ ഒരുപാട് അകന്നു. മനഃപൂർവ്വമാണ്. ഞാൻ കാരണം അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ഭർത്താവ് 2 കുട്ടികളുമായി അവൾ തിരുവനന്തപുരത്ത് താമസമായെന്നും അവിടെ ഒരു താലൂക്ക് ഓഫീസിൽ അവൾക്ക് ജോലി കിട്ടിയെന്നൊക്കെ ഒരിക്കലും അറിഞ്ഞിരുന്നു. കൂടുതൽ അന്വേഷിക്കാൻ മെനക്കെട്ടില്ല. പക്ഷെ അവളെ ഓർത്ത് കണ്ണു നിറയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഇന്നിതാ നീണ്ട പ്രവാസത്തിന്റെ ഇടവേളയിൽ ഞാൻ അവിടെ നാട്ടിലെത്തിയിരുന്നു. കാവിനടുത്താണ് അവിടെ വീട്. പക്ഷെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. കാവിന് മുമ്പിൽ കൈകൂപ്പി തൊഴുത ശേഷം ഞാൻ ആ ചെമ്പകച്ചൂട്ടിലെത്തി. ഒരുപാട് പൂക്കൾ വീണ് കിടക്കുന്നുണ്ട്. അതിലൊരെണ്ണം എടുത്ത് നിവരുമ്പോഴാണ് ഒരാളവിടേക്ക് വന്ന്. വിളക്ക് വെക്കുന്ന ആളാവണം. മോനേതാ? ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. കുറച്ച് ദൂരെ നേട്ടാ. പണ്ടിവിടെ വരാറുണ്ട്. കുറേ കാലം നാട്ടിലില്ലായിരുന്നു. ആണോ? 10 ദിവസം കഴിഞ്ഞാൽ കളിയാട്ടാ. അന്ന് വരാൻ ശ്രമിക്കേ. ഉറഞ്ഞാടുന്ന തെയ്യങ്ങളുടെ രൂപവും ചെണ്ടകളുടെ ലഹരി പിടിപ്പിക്കുന്ന ശബ്ദവും എനിക്ക് ഓർമ്മ വന്നു. തീർച്ചയായിട്ടും വരും. അയാളെ നോക്കിയൊന്ന് ചിരിച്ച ശേഷം ഞാൻ തിരികെ നടന്നു. അതെ, വരണം. കളിയാട്ടത്തിന് ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ അവളും വന്നേക്കാം. ദൂരെ നിന്ന് ഒരിക്കൽ കാണണം. പക്ഷെ എന്നെ അവൾ കാണരുത്. എന്തൊക്കെ മാറ്റമാവാം അവൾക്ക് ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് തടിച്ചിട്ടുണ്ടാവും. 1-2 മുടികൾ നിരവീണിട്ടുണ്ടാവും. ചിലപ്പോൾ മുഖത്തിന് അലങ്കാരമായ ഒരു കണ്ണടി. കുട്ടികളൊക്കെ വലുതായിട്ടുണ്ടാവില്ലേ? ആദ്യത്തേത് മകളും 2ാമത്തേത് മകനുമാണെന്നറിയാം. മകൾ അവളെപ്പോലെ തന്നെ സുന്ദരിയാണോ? മകൻ അവൻ്റെ അച്ഛനെ പോലെയാണോ? എല്ലാം എനിക്ക് മറിഞ്ഞിരുന്ന് കാണണം. ഒരൊറ്റ തവണ മാത്രം. ഭ്രാന്താണെന്നറിയാം. ചില ഭ്രാന്തികൾ ജീവിതത്തെ മനോഹരമാക്കും. തിരികെ യാത്രക്കായി ബസ്സിൽ കയറി ഞാൻ സീറ്റിലേക്ക് ചാരിയിരുന്ന് കയ്യിലെ ചെമ്പകപ്പൂ മണപ്പിച്ചു. അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമാണ് ഈ ഗന്ധം. ബസ്സിൽ പാട്ട് മുഴങ്ങുകയാണ്. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ.